നിയമസഭ 4ാം അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി കെ.ജെ. മാക്സി എം.എൽ.എയുടെ നേതൃത്വത്തിൽ ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. എം.എൽ.എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ ചിലവഴിച്ച് കൊച്ചി മണ്ഡലത്തിലെ 20 വിദ്യാലയങ്ങൾക്കുള്ള ലൈബ്രറി പുസ്തകങ്ങളുടെ വിതരണം കൊച്ചി കോർപ്പറേഷൻ മുൻ മേയർ അഡ്വക്കേറ്റ് എം. അനിൽകുമാർ നിർവഹിച്ചു. തോപ്പുംപടി റൊസാരിയോ ഹാളിൽ നടന്ന ചടങ്ങിന് കൊച്ചി എം.എൽ.എ കെ.ജെ. മാക്സി അധ്യക്ഷത വഹിച്ചു. കേരള നിയമസഭ 4ാം അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി കെ.ജെ. മാക്സി എം.എൽ.എയുടെ നേതൃത്വത്തിൽ കൊച്ചി നിയോജക മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് മേഖലയിലെ 20 വിദ്യാലയങ്ങൾക്കാണ് ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. പുതുതലമുറയ്ക്ക് കൂടുതൽ ഹരം നൽകുന്നത് സോഷ്യൽ മീഡിയ ആണ്. അതിനെ പരിമിതിപ്പെടുത്തിക്കൊണ്ട് വായനശീലം വളർത്തേണ്ടതിന്റെ ആവശ്യകതയാണ് എം.എൽ.എ ഓർമ്മിപ്പിച്ചത്. മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ല എഇഒ സുധായൻ, GCDA ഡയറക്ടർ ബോർഡ് അംഗം P.A. പീറ്റർ, CPIM ജില്ലാ കമ്മിറ്റി അംഗം K.M. റിയാദ്, കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി M.M. ഫ്രാൻസിസ്, കൌൺസിലർമാരായ P.J. ദാസൻ, നിഷ ജോസഫ്, സുഹാന സുബൈർ, തോപ്പുംപടി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് S.A. ലത്തീഫ്, CPIM തോപ്പുംപടി LC സെക്രട്ടറി സോണി കെ ഫ്രാൻസിസ്, KP പ്രതാപൻ എന്നിവർ സംസാരിച്ചു. എന്റെ വായന അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വായനയിലൂടെ കിട്ടുന്ന അനുഭവങ്ങൾ വളരെ വലുതാണ്. പക്ഷെ വായനയിലൂടെ മാത്രമാണ് അനുഭവങ്ങൾ കിട്ടുന്നതെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തത്. നമ്മളൊരു ലൈബ്രറിയിൽ കയറി വളരെ കനപ്പെട്ട കുറെ പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ട് ലോകത്തെ അറിയാൻ പറ്റും എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ അത് മൗഢ്യമാണ്. ലോകത്തെ അറിയണമെങ്കിൽ വായിക്കുകയും വേണം. ആ വായനയിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ നിങ്ങൾ ചുറ്റും ഉള്ള പരിസരങ്ങളോട് അതിൽ പരതിയാൽ മാത്രമേ നമുക്ക് ശരിക്കും എന്തെങ്കിലും ഒരു കാര്യം ശരിയായ നിലയിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പൊ ഇന്നത്തെ കാലം പോലെയല്ല, മൊബൈലില്ല, മറ്റു കാര്യങ്ങളില്ല. അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും മോശമുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. മൊബൈൽ വളരെ നല്ലൊരു വായനാനുഭവം തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ നമ്മുടെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ആദ്യം ചെയ്യുന്നത്, മാക്സിക്കൊക്കെ എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവർക്ക് എനിക്കറിയില്ല, എന്റെ ഓർമ്മയിൽ ആദ്യം വരുന്നത് ബോബനും മോളിയാണ്. യേശുദാസൻ അപ്പൊ തന്നെ ചാടി എണീറ്റു. ബോബനും മോളി എന്ന് പറഞ്ഞപ്പോ തന്നെ ദാസൻ എണീറ്റു. കാരണം അദ്ദേഹം നല്ലൊരു ചിത്രം വരയ്ക്കുന്ന ആളാണ്. അപ്പൊ ഈ പുസ്തകോത്സവമാണ് സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര പുസ്തകോത്സവം ആദ്യം സംഘടിപ്പിച്ചപ്പോൾ ഇവിടുത്തെ ലൈബ്രറികൾക്ക് മാത്രമാണ് പുസ്തകം കൊടുത്തത്. അന്ന് സ്പീക്കർ ഞങ്ങൾ പറഞ്ഞു 3 ലക്ഷം രൂപ പുസ്തകം നൽകണം, അത് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ പുസ്തകോത്സവം എങ്ങനെയാണെന്നുള്ളത് കാണുന്നത് വിളിക്കുക. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ലൈബ്രറി ഞങ്ങൾ ഇവിടെ സന്തോഷ് കുമാറാണ് ഇവിടെ ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് S. സന്തോഷ് കുമാർ. സന്തോഷ് കുമാർ സംസാരിച്ചിട്ട് അദ്ദേഹം ഈ കൊച്ചിയിലെ ലൈബ്രറിമാരെയും ലൈബ്രറി ഭാരവാഹികളെയും പറ്റി ബസ് എടുത്ത് തിരിച്ചു. അവിടെ ചെന്നപ്പോഴാണ് നിയമസഭാ സമിതിയിൽ ചുറ്റും വലിയ സ്റ്റാളുകളിട്ട് ഇങ്ങനെ പുസ്തകങ്ങളില്ല. അവർ പറഞ്ഞത് ഓരോ സ്റ്റാളിൽ നിന്ന് ബുക്ക് മറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് വായിക്കണമെന്ന് തോന്നും, അടുത്തതിനപ്പോൾ ഇത് വായിക്കണമെന്ന് തോന്നും. അങ്ങനെ പുസ്തകങ്ങളുടെ വലിയ ശേഖരങ്ങളായിരുന്നു. അവർ കണ്ട് തിരിച്ചു വന്ന് 3 ലക്ഷം രൂപ പുസ്തകം മേടിച്ച ആൾക്ക് എല്ലാവർക്കും പോയി. രണ്ടാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവം വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് ഇനി സ്കൂളുകൾക്ക് കൊടുക്കാം. ആ രണ്ടാമത് സ്കൂളുകൾക്ക് മാത്രം കൊടുത്തു. മൂന്നാമത് വന്നപ്പോൾ രണ്ടുപേർക്ക് മിക്സ് ആയിട്ട് കൊടുത്തു. പകുതി സ്കൂളുകൾക്കും പകുതി ലൈബ്രറികൾക്കും. നാലാമത് വന്നപ്പോൾ നമ്മൾ സ്കൂളുകൾക്ക് മാത്രം കൊടുക്കുക. അത് 4ാമത്തെ ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. ഇതിന്റെ വലിയ ഇമ്പോർട്ടൻസ് പ്രാധാന്യത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ നിങ്ങളോർക്കും ഇതൊക്കെ ഞങ്ങൾക്കറിയാമോ. പക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ അല്ല വായിക്കുമ്പോൾ വായനയിലേക്ക് നമ്മൾ നന്നായി ചേർന്നാൽ എല്ലാ ദിവസവും നമുക്ക് കുറച്ച് സമയം കണ്ടത് വായിക്കാൻ വേണ്ടി മാത്രം. നോവലാണ് ആ മരങ്ങളെല്ലാം മഴയെ ഓർത്തിരുന്നു. ആ മരങ്ങളെല്ലാം മഴയെ ഓർത്തിരുന്നു എന്ന പുസ്തകം മലയാളത്തിൽ ഒരു വനിത എഴുതിയ ഏറ്റവും വലിയ നോവലാണെന്നാണ് പറയപ്പെടുന്നത്. അതും എനിക്ക് അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വളരെ അപകർഷതകൾ നിറഞ്ഞൊരു കുട്ടിയായിരുന്നു. തലകുനിച്ചാണ് ഞാൻ നടന്നിരുന്നത്. എനിക്കൊരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടിയായിരുന്നു.
ദാരിദ്ര്യവും എല്ലാം അങ്ങനെ ആക്കി തീർത്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ പിന്നീട് മാനസികമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതിനെന്നെ സഹായിച്ചത് സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല, ഒരാളുടെ മുഖത്ത് നോക്കി ധൈര്യപൂർവ്വം സംസാരിക്കാനും എനിക്ക് ഇഷ്ടമില്ലാത്തത് ഇഷ്ടമില്ല എന്ന് പറയുവാനും എല്ലാം എന്നെ സഹായിച്ചത് പുസ്തകങ്ങളാണ്. അത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം വരുത്തിക്കൊണ്ടാണ് കൊച്ചി മണ്ഡലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അക്ഷരദീപം എന്ന പരിപാടി നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒരു വാശിയോടുകൂടി പരീക്ഷകൾ ജയിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടലായി അത് മാറിയിരിക്കുക. മാത്സിലെ അല്ലെങ്കിൽ വരുന്ന പ്രമുഖ വ്യക്തിയുടെ കയ്യിൽ നിന്ന് മാത്സ് കൊടുക്കുന്ന വിദ്യാഭ്യാസ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ഒരു കുട്ടി വളരെ അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ മണ്ഡലത്തിൽ ഈ വിദ്യാഭ്യാസ മേഖലയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സ്കൂളുകൾക്കും ഇപ്പോൾ 20ഓളം സ്കൂളുകൾക്കാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഗുണം ലഭിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.